ജോലി ഇനി വീടിന് അടുത്തു തന്നെ ലഭിക്കും. വിജ്ഞാന കേരളവും കുടുംബശ്രീയും സംയുക്തമായാണ് തൊഴിൽദാന പദ്ധതി നടപ്പാക്കുന്നത്. ഹയർ ദി ബെസ്റ്റ് പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ തൊഴിൽമേള തിരുവല്ലയിൽ ജൂൺ 24-ന് നടക്കും. ഹയർ ദ ബെസ്റ്റിലൂടെ പ്രാദേശിക തൊഴിൽമേളയാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങൾ കൊണ്ട് ദൂരയിടങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ പലർക്കും സാധിക്കില്ല. ഇത്തരം ആളുകൾക്ക് വീടിനടുത്ത് തൊഴിലൊരുക്കുകയാണ് കുടുംബശ്രീയും വിജ്ഞാന കേരളവും. ഈ വർഷം നമ്മളുടെ ജില്ലയിൽ നിന്ന് 5000 വനിതകൾക്കെങ്കിലും തൊഴിൽ കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള തൊഴിൽദാതാക്കളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനവും ഇൻ്റർവ്യൂ നടത്തിയാണ് നമ്മൾ ആളുകളെ കൊടുക്കുന്നത്. രജിസ്ട്രേഷനും തൊഴിൽ നിയമനവും സൗജന്യമാണ്. ഇതെല്ലാം അവർക്ക് സൗജന്യമായിട്ടാണ് ലഭ്യമാകുന്നത്. നമ്മുടെ വിജ്ഞാന പത്തനംതിട്ടയുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യമൊക്കെ KQM തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നമുക്ക് ചെയ്തു തരുന്നത്. പത്തനംതിട്ടയിൽ നടന്ന ആദ്യ പ്രാദേശിക തൊഴിൽമേളയിൽ 600-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 200 പേർക്ക് ജോലി ഉറപ്പാക്കാനും സാധിച്ചു. തോമസ് ഐസക് തൊഴിൽദാന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ ഗിമ്മിക്കെന്നായിരുന്നു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആരോപണം. എന്നാൽ ഇന്ന് പദ്ധതി ആയിരക്കണക്കിന് യുവതീ യുവാക്കൾക്ക് ആശ്രയമായി മാറുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുണ്ടമടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.